ഹൈസ്കൂൾ വിഭാഗം അതല്ല, കലോത്സവത്തിൽ കുറച്ച് 10-15 ചെയ്തു. ഇവിടെ ശബ്ദമൊക്കെ പോയി. ബുള്ളറ്റാണ് ചെയ്യാൻ ബുള്ളറ്റ് ന്യൂജൻ ബുള്ളറ്റ്. ഓക്കെ, വെരി ഗുഡ്, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ആനയുടെ ശബ്ദം ഒന്ന് എടുക്കാൻ പറ്റും? ആനയുടെ ശബ്ദം, ആന ചിഹ്നം പിടിക്കുന്ന ശബ്ദം. ഈ ഏത് ആന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആന അങ്ങനെയൊന്നുമില്ല, അരിക്കൊമ്പൻ അങ്ങനെ എല്ലാവരും തന്നെയാണ്. പേര് നിരഞ്ജൻ. എവിടെ വീട്? എന്റെ വീട് ഗുരുവായൂർ. ഈ അനുകരണ കലയില് മുന്നേ എന്തെങ്കിലും ട്രെയിനിങ്ങോ പരിശീലനമോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അമ്മ അച്ഛനും കൂടിയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതാണ്. സ്കൂൾ ആനിവേഴ്സറിക്കും പിന്നെ അത് 8ാം ക്ലാസ് തൊട്ടിട്ട് നമ്മുടെ സ്കൂൾ കലോത്സവത്തിലും ചെയ്തു തുടങ്ങി. ആരെ കൂടെ ഉള്ളത്? അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഒരു 2 ആൾക്കാരും വേദിയിലേക്ക് 2 പേരും കൂടിയാണ് പരിശീലനം കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ മിമിക്രിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അനുകരണം കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഒന്നേക്ക് ഒരെണ്ണം അനുകരിപ്പിച്ച് ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാം. പക്ഷെ അത് എത്രത്തോളം നന്നാവുമെന്ന് അറിയില്ല. നന്നാവണമെന്നൊന്നുമില്ല, നോക്കട്ടെ ഞങ്ങള്. എനിക്ക് പണിക്ക് പോകേണ്ട ഒരു കാര്യമില്ല, പിന്നെ പട്ടിണിക്ക് വെച്ച് പോകുന്നതാ. അപ്പൊ നല്ല കുഴപ്പമില്ല. ഏതില്? കാന്താരയിലത്തെ. ഓക്കെ, ശബ്ദം പോയതൊക്കെ നോക്കി നോക്കാണെങ്കിലും അടുപ്പിച്ച് പിടിക്കണം പോലെ നല്ല സൗണ്ട് വരണം. அதுக்குள்ள தீர்மானம் மெட்ல ஜான் மார்சி. കാന്താരയിലെ അല്ലേ? കാന്താരയിലെ ഓമാണ്. അതെടുക്കാൻ പറ്റുമോ? അച്ഛൻ പറഞ്ഞു ആദ്യത്തെ വിജയം അടുപ്പിച്ച് പിടിച്ചോളൂ. വെരി ഗുഡ്. അപ്പോൾ അച്ഛനും അമ്മയും കൂടി എത്രത്തോളം മോനെ സഹായിക്കുന്നുണ്ടെന്നും പരിശീലിപ്പിക്കുന്നുണ്ടെന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. എന്തായാലും നമ്മള് പഠിക്കുന്നുണ്ടല്ലേ? ഏതാ പഠിക്കുന്നത്? ചെണ്ട. അവർ ടീമിലുണ്ടോ ഓൾറെഡി? ഇല്ല, ചെണ്ടയാണ് ഇപ്പൊ ഇല്ല, ടീമിലില്ല, പഠിക്കുന്നു. ടീമുണ്ട്. നമ്മളെ സ്കൂളിലത്തെ ടീമിലുണ്ടോ? ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പൊ ദേവസ്വം സ്കൂളാണ്, അവിടെ തന്നെ ഉണ്ടല്ലോ, വിദ്യാലയത്തിലുള്ള തൊട്ടടുത്തുണ്ട്. നമ്മൾ ഈ മത്സരത്തിൽ പങ്കെടുത്തില്ല, എന്തായാലും പങ്കെടുക്കും. അടുത്ത വർഷം താഴെ നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവിധ ഭാവങ്ങളും